പ്രവചനം. വിജയനഗര സാമ്രാജ്യത്തിലെ സേനാനായകന് മകൻ പിറന്നു. അതാഘോഷിക്കാൻ ചക്രവർത്തിയെയും ദർബാരംഗങ്ങളെയും സേനാനായകൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചക്രവർത്തിയും പരിവാരങ്ങളും കുഞ്ഞിന് ആശംസകളും സമ്മാനങ്ങളും നൽകുന്നതിനിടയിൽ തെനാലിരാമൻ പറഞ്ഞു, ഈ കുഞ്ഞ് മഹാഭാഗ്യങ്ങളുള്ള ഒരു കുഞ്ഞാണ്. തൻ്റെ അച്ഛനേക്കാൾ ഇവൻ ഉയരങ്ങളിലേക്കെത്തും. അത് കേട്ട ചക്രവർത്തി തെനാലിയോട് ചോദിച്ചു, അത് നിങ്ങൾക്കെങ്ങനെ ഇപ്പോഴേ ഉറപ്പിച്ചു പറയാൻ പറ്റും? രാമൻ പറഞ്ഞു, ഭാവി വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാന ലക്ഷണങ്ങൾ ബാഹ്യമായി അവർക്കുണ്ടായിരിക്കും. എന്നാൽ തെനാലിരാമൻ്റെ പ്രവചനം മറ്റ് ദർബാരംഗങ്ങൾക്ക് ഒട്ടും പിടിച്ചില്ല. സേനാനായകൻ്റെ ഇഷ്ടം പിടിച്ചുപറ്റാൻ തെനാലിരാമൻ പറയുന്ന നുണകളാണിതൊക്കെ. ഗ്രഹനില നോക്കാതെ ആരുടെയും ഭാവി പ്രവചിക്കാൻ പറ്റില്ല, ജ്യോത്സ്യം പറഞ്ഞു. അതെ, രാമൻ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇതുപോലെ പല സൂത്രപ്പണികളും പറയാറുണ്ട്. രാജപുരോഹിതനും അത് ശരിവെച്ചു. തെനാലിരാമന് ഒരു കൊട്ടു കൊടുത്തേ പറ്റൂ. എല്ലായിടത്തും കയറി ആളാകുന്നത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഒരു ദർബാരംഗം പറഞ്ഞു, അതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, നിങ്ങൾ നോക്കിക്കോ. ഇത്രയും പറഞ്ഞിട്ട് പുരോഹിതൻ ചക്രവർത്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, രാജൻ, തെനാലിരാമൻ്റെ പ്രവചനത്തിൽ സംശയമുണ്ട്. സേനാനായകനെയും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ വെറുതെ പുകഴ്ത്തി പറയുന്നതാണിതൊക്കെ. പ്രവചിക്കാനുള്ള കഴിവൊന്നും അയാൾക്കില്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നല്ല ഉൾക്കാഴ്ചയുള്ള മനുഷ്യനാണ് രാമൻ. സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്, ചക്രവർത്തി പറഞ്ഞു. അയാൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ഞങ്ങൾക്കും സംശയമുണ്ട്. മറ്റ് ദർബാരംഗങ്ങളും തെനാലിരാമനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ശരി, പക്ഷേ അതെങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? അതിനു പറ്റിയ വല്ല ഉപായവും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ചക്രവർത്തി ചോദിച്ചു. എൻ്റെ മനസ്സിൽ നല്ലൊരു ഉപായം തോന്നുന്നു, രാജപുരോഹിതൻ പറഞ്ഞു. എന്താണത്? സ്വർണം കൊണ്ട് ഒരേപോലുള്ള ചെറിയ 2 കുടങ്ങൾ ഉണ്ടാക്കണം. ഒരെണ്ണം പൊള്ളയായിരിക്കണം. രണ്ടാമത്തേത് മുഴുവനും സ്വർണ്ണക്കട്ടി നിറച്ചുകൊണ്ട് ഉണ്ടാക്കിയതുമാവണം. എന്നിട്ട് അതിനെ ഓരോ ചങ്ങലയിൽ തൂക്കിയിടണം. അതിൽ പൊള്ളയായത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തെനാലിരാമന് പറ്റുമോ എന്ന് നോക്കാം, രാജപുരോഹിതൻ പറഞ്ഞു. ശരി, ചക്രവർത്തി സമ്മതം കൊടുത്തു. പിറ്റേ ദിവസം തന്നെ രാജപുരോഹിതന്റെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കുടങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അത് രണ്ടും ഒരേപോലെയുള്ള ചങ്ങലകളിൽ ദർബാർ ഹാളിന്റെ നടുവിൽ തൂക്കിയിട്ടു. ചക്രവർത്തി തെനാലിരാമനോട് ചോദിച്ചു, രാമ, നിങ്ങൾ ഇന്നലെ സേനാനായകന്റെ മകനെക്കുറിച്ച് പ്രവചിച്ചല്ലോ. ബാഹ്യലക്ഷണങ്ങൾ നോക്കി ഒരു കുട്ടിയുടെ ഭാവി മനസ്സിലാക്കാമെന്നല്ലേ പറഞ്ഞത്? അതേ രാജൻ, തെനാലി സമ്മതിച്ചു. തൂക്കിയിട്ടിരിക്കുന്ന സ്വർണ്ണക്കുടങ്ങൾ ചൂണ്ടിക്കാട്ടി ചക്രവർത്തി ചോദിച്ചു, അതിൽ ഒരെണ്ണം പൊള്ളയും ഒരെണ്ണം സ്വർണ്ണക്കട്ടി നിറച്ചും ഉണ്ടാക്കിയെടുത്തതാണ്. തൊട്ടു നോക്കാതെ അതിൽ ഏത് കുടമാണ് പൊള്ളയെന്ന് പറയാൻ രാമന് പറ്റുമോ? പരാജയപ്പെട്ടാൽ അത്രയും തൂക്കത്തിനുള്ള സ്വർണം രാമൻ കൊട്ടാരത്തിന് തരണം. എന്താ, സമ്മതമാണോ? സമ്മതിച്ചു, തെനാലിരാമൻ പറഞ്ഞു. രാമൻ ചുറ്റിനു നോക്കി. എല്ലാവരും കൂടി തന്നെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തന്ത്രമാണെന്ന് തെനാലിക്ക് മനസ്സിലായി. തൂക്കിയിട്ടിരിക്കുന്ന കുടങ്ങൾക്കരികിലേക്ക് ചെന്ന് നിന്ന് രാമൻ അതിനെ രണ്ടിനെയും നിരീക്ഷിച്ചു. ഒരേപോലെയുള്ള 2 കുടങ്ങളും ഒരേപോലെയുള്ള ചങ്ങലകളും. ഒരു വ്യത്യാസവുമില്ല. ഇവൻ്റെ സൂത്രപ്പണികളെല്ലാം ഇന്നത്തോടെ പൊളിയും, രാജപുരോഹിതൻ വിജയഭാവത്തിൽ രഹസ്യം പറഞ്ഞു. കുടങ്ങളെ നോക്കി നിന്ന രാമൻ്റെ മുഖം വാടി. അയാൾ നെറ്റി തടവി ദീർഘനിശ്വാസം ഉതിർത്തു. എതിരാളികൾക്ക് സന്തോഷമായി. രാമൻ പരാജയപ്പെടാൻ പോവുകയാണ്. തെനാലിരാമൻ ചക്രവർത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, രാജൻ, വലതുവശത്തുള്ള കുടമാണ് സ്വർണ്ണക്കട്ടി നിറച്ചുകൊണ്ടുണ്ടാക്കിയത്. ഇടതുവശത്തുള്ളത് പൊള്ളയും. രാജപുരോഹിതൻ്റെയും ജ്യോത്സ്യൻ്റെയും മറ്റു ദർബാരംഗങ്ങളുടെയും ശ്വാസം നിലച്ചുപോയി. രാമൻ പറഞ്ഞത് ശരിയായിരുന്നു. സന്തോഷവാനായ ചക്രവർത്തി സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി രാമൻ്റെ അരികെ ചെന്ന് അയാളെ ആലിംഗനം ചെയ്തു. രാമൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങളൊരു കേമൻ തന്നെ. ആട്ടെ, രാമൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ചോദ്യം. തെനാലിരാമൻ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? ഈ കഥ മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഉത്തരം ഓൾറെഡി അറിയാമായിരിക്കും. അവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അതല്ല, ഈ സ്റ്റോറി ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാം, എന്നിട്ട് തുടർന്ന് കേൾക്കാം. ഇതാണ് തെനാലിരാമൻ പറഞ്ഞ ഉത്തരം. മഹാരാജൻ, കുടങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല.
പിന്നീട് ഞാൻ നിരീക്ഷിച്ചത് കുടങ്ങൾ തൂക്കിയിട്ട ആ ചങ്ങലകളെയായിരുന്നു. മുഴുവൻ സ്വർണം കൊണ്ടുണ്ടാക്കിയ കുടത്തിൻ്റെ ചങ്ങല ഭാരം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. പക്ഷേ പൊള്ളയായ കുടം തൂക്കിയിട്ടിരുന്ന ചങ്ങല അത്രയ്ക്കും വലിഞ്ഞു മുറുകിയിട്ടില്ല. മാത്രമല്ല, കാറ്റടിക്കുമ്പോൾ പൊള്ളയായ കുടം ചെറുതായി കമ്പനം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വർണ്ണക്കട്ടി കൊണ്ടുണ്ടാക്കിയ കുടം തെല്ലുപോലും അനങ്ങുന്നില്ല. അങ്ങനെയാണ് അത് രണ്ടും ഞാൻ തിരിച്ചറിഞ്ഞത്. ചക്രവർത്തി ആ 2 സ്വർണ്ണക്കുടങ്ങളും തെനാലി രാമന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, രാമന്റെ നിരീക്ഷണ ബുദ്ധി അപാരം തന്നെ. രാജപുരോഹിതനും ജ്യോത്സ്യനും മറ്റുള്ളവരും രാമന്റെ നോട്ടം നേരിടാനാവാതെ നിന്നു. ഈ സ്റ്റോറി കേട്ടുകൊണ്ടിരുന്നപ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? അങ്ങനെയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും കാണാം. താങ്ക് യു. ഗുഡ് ബൈ.